കൊല്ലം പുത്തൂരിൽ 16-കാരിയെ ജോത്സ്യൻ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതി മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. പ്രതിയുടെ സാമ്പത്തിക ഇടപാടുകളിലും അന്വേഷണം നടത്തും. പ്രതി നടത്തിയത് കരുതിക്കുട്ടിയുള്ള ലൈംഗിക അതിക്രമമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സംഭവ സമയം ജ്യോതിശാലയത്തിലുണ്ടായിരുന്ന മുരാരിയുടെ ഭാര്യയുടെയും അമ്മയുടെയും മൊഴിയെടുക്കും. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഈ പോക്സോ കേസിന് പിന്നാലെയാണ് ഈ മുരാരി തന്ത്രിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഇങ്ങനെ സാമ്പത്തിക തട്ടിപ്പ്, ലൈംഗിക ചൂഷണം, അങ്ങനൊരു സ്ഥിരം ക്രിമിനലാണ്. നിരവധി ആളുകളെ കബളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 16 വയസ്സുകാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? ടോം, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ജോത്സ്യനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ കുട്ടിയുടെ പരാതിയിൽ തന്നെ, മൊഴിയിൽ തന്നെ അതെല്ലാം വ്യക്തമാണ്. തന്നെ ക്രൂരമായി മർദ്ദിച്ചു, അതുപോലെ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, ഇംഗിതത്തിന് വഴങ്ങാത്തതുകൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചു. അത്തരത്തിലുള്ള രീതിയിലുള്ള മൊഴികളാണ് തന്ത്രിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ പ്രകാരമാണ് പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും ഉടൻ തന്നെ റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഈ തന്ത്രി എന്ന് പറയുന്നത് ഇയാൾ സ്വയം പ്രഖ്യാപിതനായിട്ടുള്ളൊരു തന്ത്രിയാണ്. ശരിക്കും താന്ത്രിക വിധിപ്രകാരമുള്ള ഒരു കാര്യങ്ങളും ഇയാൾ പഠിച്ചിട്ടില്ല എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. മുരാരി തന്ത്രി എന്ന പേരിലാണ് ഇയാൾ നാട്ടുകാരോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. ഇയാൾ ജ്യോത്സ്യം ചെയ്യുന്ന അതിൻ്റെ മറവിൽ മറ്റ് മന്ത്രവാദ പരിപാടികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ മന്ത്രവാദത്തിൻ്റെ പേരിലായിരുന്നു ആ കുടുംബം അന്ന് ഈ ജോത്സ്യൻ്റെ വീട്ടിലെത്തിയത്. ഏകദേശം ഒരു 11 മണിയോടുകൂടിയാണ് പകലെത്തുന്നത്. പകൽ 11 മണിക്ക് എത്തിയെങ്കിലും 3 മണിവരെ അവർ അവിടെ കാത്തിരുന്നു, ജോത്സ്യന് വേണ്ടി കാത്തിരുന്നു. എന്നിട്ടാണ് ജോത്സ്യൻ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. തുടർന്ന് നമുക്ക് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കുട്ടിയുടെ ദേഹത്ത് ബാധ കയറിയിട്ടുണ്ട്, ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം പൂജകൾ നടത്തണം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന് ശേഷമാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത്. അതായത് പൂജാമുറിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഈ കുട്ടിയുടെ അമ്മ കരുതിയത്. പക്ഷേ കൊണ്ടുപോയത് ഇവരുടെ ഒരു കിടപ്പറയിലേക്കാണ്. അവിടെ കൊണ്ടുപോയി അതിക്രൂരമായിട്ട് കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു. പോക്സോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും 2 മണിക്കൂർ ശേഷം ഈ കുട്ടി അതിക്രൂരമായിട്ട് ഈ മുറിക്കുള്ളിലിട്ട് ഉപദ്രവിച്ചു. 1 മണിക്കൂർ ശേഷം കാണാതെയായി. അപ്പോഴെല്ലാം ഈ മാതാവ് ചെന്ന് അന്വേഷിച്ചപ്പോൾ ഈ ജോത്സ്യൻ്റെ ഭാര്യയും അമ്മയും കൂടി ഈ പറഞ്ഞ് വിശ്വസിപ്പിച്ചു, പേടിക്കേണ്ട കാര്യമില്ല, മന്ത്രവാദം നടക്കുകയാണ്, കുട്ടിയുടെ ദേഹത്ത് ബാധ കൂടിയിട്ടുണ്ട്, ബാധ ഒഴിപ്പിക്കുന്ന പ്രക്രിയകളാണ് നടക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ഈ മാതാവിനെ വിശ്വസിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിലെല്ലാം കൂടുതൽ വ്യക്തത വരാനുണ്ട്. ഇങ്ങനെ ഒരു മൊഴി വന്നതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നത്. അങ്ങനെ ഈ മാതാവ് ചെന്ന് കഥ തുറന്നപ്പോഴാണ് ഈ കുട്ടി വെളിയിലേക്ക് ഓടി വരികയും ഈ പീഡന വിവരമെല്ലാം പറയുകയൊക്കെ ചെയ്തത്. അങ്ങനെ പോലീസിന് വിവരം അറിയിച്ചപ്പോഴാണ് ഈ തന്ത്രി ഇവിടെ നിന്നും രക്ഷപ്പെടുന്നു. പിറ്റേ ദിവസം തന്ത്രിയെ കൈയോടെ പോലീസ് പിടികൂടുകയും ചെയ്തു. തന്ത്രി ഈ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും തന്ത്രി പോലീസിനോട് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ടോം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യവും. കാരണം കോടതിയിൽ ഹാജരാക്കാൻ നേരം വന്നപ്പോൾ തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങളോടും എല്ലാം തന്ത്രി വിളിച്ചു പറഞ്ഞത് ഏകദേശം ഒരു 20 ലക്ഷം രൂപയോളം ഇവർ ട്രാപ്പിലാക്കി തന്നെ കൊടുക്കുകയായിരുന്നു എന്നതടക്കമുള്ള മൊഴിയാണ് ഈ തന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ജോത്സ്യൻ പറഞ്ഞത്. പക്ഷേ ഇത് പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഇയാൾ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന തരത്തിലുള്ള പല പ്രക്രിയകളും മുൻപും ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് പോലും അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ശിരൂരിൽ അർജുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ലോറിയിൽ വെള്ളത്തിനടിയിൽ താന്നുപോയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ കാലത്ത് തന്നെ ഇയാൾ വലിയ രീതിയിലുള്ള പ്രവചനങ്ങൾ നടത്തിയിരുന്നു. അർജുൻ ജീവനോടെ മടങ്ങി വരുമെന്നടക്കം പ്രവചനം നടത്തി. അതിനുശേഷം ചലച്ചിത്രതാരം ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു പ്രവചനം നടത്തി. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ അബിഗേൽ സാറ റജി എന്ന ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയൊരു കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ അവരുടെ വീട്ടിലെത്തുകയും വലിയ രീതിയിലുള്ള പ്രവചനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ പ്രവചനങ്ങളെല്ലാം തന്നെ ഇയാൾ മറയാക്കിക്കൊണ്ട് തട്ടിപ്പിൻ്റെ ഒരു വലിയൊരു ശൃംഖല തീർക്കുന്നു എന്നുള്ളതാണ് ടോം എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലടക്കം ഇയാൾ വലിയ രീതിയിൽ പ്രചാരത്തിലുള്ള ഒരാളാണ്. ആദ്യമായിട്ടാണ് ഈ മുരാരി തന്ത്രിക്കെതിരെ ഒരു പരാതി വരുന്നത്, അല്ലേ വിനീഷ്? പക്ഷേ ഈ സംഭവത്തിന് പിന്നാലെ കൂടുതൽ ആളുകൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ? നാട്ടുകാർ പറയുന്നുണ്ട് ഇയാൾ സമാനമായ രീതിയിൽ നിരവധി യുവതികളെ, പെൺകുട്ടികളെയൊക്കെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന്. സാമ്പത്തികമായി പലരെയും കബളിപ്പിച്ചിട്ടുണ്ടെന്ന്. ആരെങ്കിലും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ?
സോമ, അത്തരത്തിലുള്ള പരാതിയുമായിട്ട് ഈ അടുത്ത സമയത്തൊന്നും ആരും സമീപിച്ചിട്ടില്ല. പക്ഷേ കൂടുതൽ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം തന്നെ ഒത്തുതീർപ്പിലേക്ക് നടന്നു എന്നാണ് പോലീസിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് നാട്ടുകാരിൽ നിന്ന് തന്നെ അറിയാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ ഈ ഒരു മായാവലയത്തിൽ വീഴുന്നത് അന്യ ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. ഇവരാണ് ഈ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ജ്യോത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇയാളായിട്ട് സമീപിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്റെ ഒരു ശാശ്വത പരിഹാരം എന്നോണം ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങൾ ചൂഷണം ചെയ്ത് ഇതൊരു മറയാക്കി ഈ സാധാരണക്കാരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു തട്ടിപ്പ് ജ്യോത്സ്യൻ എന്ന് തന്നെ നമുക്ക് ഇയാളെ വിശേഷിപ്പിക്കപ്പെടാം. കാരണം ഈ ജ്യോത്സ്യം ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ജോലിയിലൊക്കെ ഏർപ്പെടുന്നവർക്കൊക്കെ ഒരു വലിയ ഒരു പേരുദോഷമാണ് ഇത്തരത്തിലുള്ള നമുക്ക് പറയേണ്ടി വരും. എന്തായാലും പോലീസ് ഈ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഇയാളെ ഇനി കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഏറ്റവും അടുത്ത നീക്കം. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ്. ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങുന്നുണ്ട്. കാരണം ഇയാൾ നാട്ടിൻ പ്രദേശത്ത് ഓട്ടോ ഓടിച്ചിരുന്ന ഒരു സാധാരണ ആളാണ്. ആ സമയത്ത് തന്നെ ഇയാൾ ഒരു മാരേജ് ബ്യൂറോ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില സ്ഥാപനങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ വിദേശത്തേക്ക് പോകുന്നു. അവിടെ ജോലി ചെയ്ത് അവിടുത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അയാൾ മടങ്ങിയെത്തുന്നത് വലിയൊരു തന്ത്രിയായിട്ടും ഈ പറഞ്ഞ മുരാരി തന്ത്രിയായിട്ടും വിനീഷ് സൂചിപ്പിച്ചതുപോലെ ദുരൂഹതകൾ നിറഞ്ഞതാണ് മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിന്റെ ജീവിതം. വെറും ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന രാജൻ പിന്നീട് വിദേശത്തേക്ക് പോകുന്നു. അതിനുശേഷം ഒരു ജ്യോത്സ്യൻ എന്ന പരിവേഷം കെട്ടുന്നു. പല തട്ടിപ്പുകളുമായി ജീവിക്കുന്നു. പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നു. ഒരു 16-കാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഒടുവിൽ ഇയാൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.